ക്രൂരനായ ആ ക്രിമിനലിനെ കൊണ്ട് പോലീസ് ഇതാ എത്തിക്കഴിഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. ഇവളുടെ ഇരിപ്പും ഭാവവും കണ്ട ഞാനും ഏട്ടനും ഇവളുടെ വീട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന പോലുണ്ട്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വട്ടായതാണെന്നാ തോന്നുന്നത്. എന്താടി, എന്നെ ഇവിടുന്ന് എങ്ങനെ കെട്ടുകെട്ടിക്കാന്ന് ആലോചിക്കാണോ? അതിനാലോചിക്കാൻ എന്തിരിക്കുന്നു? ഇത് ഞങ്ങളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ. ഞങ്ങള് വീടൊഴിഞ്ഞാ പിന്നെ നിനക്കും വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? ഓ, അതായിരുന്നോ ഇത്ര നേരം ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നേ? എന്തായാലും ആങ്ങളെയും പെങ്ങളും കൂടി ഒന്ന് ഇറങ്ങി നോക്ക്. അപ്പ കാണാം ഞാൻ എവിടേക്കാ വന്ന് കേറുന്നതെന്ന്. എത്രയായി? 70. ചന്ദ്രേ, റാണി, ആ ഡേസി പണി പറ്റിച്ചു. ശിവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡേസിയെ കൊല്ലാൻ നോക്കിയെന്ന കേസ്. ഇതെന്ത് ന്യായാ? കൊല്ലാൻ നോക്കിയത് ഏട്ടനെ ഉപദ്രവിച്ചതും ഇവളല്ലേ? പിന്നെങ്ങനെ ഏട്ടന്റെ പേര് കേസാവും? കേസ് കൊടുക്കുന്ന പെണ്ണാണെങ്കിലേ സംഗതി ജാമ്യമില്ല മോളെ. സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതേ ബോധപൂർവം ആണെങ്കിൽ ശിക്ഷ കൂടും. ഇവിടെ ശിവൻ ഉപദ്രവിച്ചത് ബോധപൂർവം ആണ്. 2, സ്ത്രീത്വത്തെ അപമാനിക്കൽ. സ്ത്രീയുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന രീതിയിൽ പെരുമാറുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ ജാമ്യം കിട്ടില്ല. 1 വർഷം മുതൽ 5 വർഷം വരെ തടവിനും സാധ്യതയുണ്ട്. ഇത് എവിടുത്തെ ന്യായാ? സ്ത്രീ പുരുഷനെ ആക്രമിച്ചാലും കേസ് വരുന്നത് പുരുഷനെതിരെ. നീ അപ്പൊ കരുതിക്കുട്ടിയുള്ള ആക്രമണമായിരുന്നല്ലേ? പിന്നെ നീ എന്ത് കരുതി? നിന്റെ ചേട്ടനെ സപ്രമഞ്ച കട്ടിലിരുത്തി വെഞ്ചാമരം കൊണ്ട് വീശി ഉറക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നോ? എനിക്ക് കിട്ടാത്തത് ഒരാൾക്കും കിട്ടണ്ട. ചന്ദ്രേ, റോഡിൽ കൂടെ തല്ലി ചവച്ചോണ്ടാ ശിവേട്ടനെ അവര് കൊണ്ടുവന്നത്. ആ സോമശേഖരൻ പോലീസുകാരനാ എല്ലാത്തിനും മുന്നിൽ നിന്ന് കളിക്കുന്നത്. നീ ഇപ്പൊ പോലീസിനെയും കൂടി വിലക്കെടുത്തിട്ടാ ഇവിടെ ഇരിപ്പിരിക്കുന്നല്ലേ? നിന്റെ ചേട്ടനെ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. ഏതായാലും ആ കുറവ് ഇന്നവര് നികത്തും. ഇത്രയ്ക്ക് ദുഷ്ടാവരുത് ഡേസി. ഒന്നുമില്ലെങ്കിൽ കുറെ നാൾ സ്നേഹിച്ചോടെ നടന്നല്ലേ? അതെ, സ്നേഹിച്ചു നടന്ന. അതില് എനിക്കിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നതേ അവനാ. അതിനുള്ള കൂലി അവന് കിട്ടണം. ശിക്ഷ കിട്ടിക്കഴിയുമ്പോ ചിലപ്പോ അവൻ നന്നായാലോ. ചന്ദ്രേ, നീ ഇത് ആരോടെ ഇതൊക്കെ പറയുന്നത്? മനസാക്ഷി എന്നൊന്നും ഇവക്കുണ്ടായിരുന്നെങ്കിൽ ഇവളിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? അതെ, അവളിവിടുന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാ മതി. എന്നെ വിളിക്കാൻ നിക്കണ്ട. ചന്ദ്രേ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ആരെങ്കിലും കണ്ട് ശിവേട്ടനെ അവിടെ നിന്ന് ഇറക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കല്ല പോവേണ്ടത്, മറ്റൊരു സ്ഥലത്തേക്ക്. ശിവേട്ടനെ രക്ഷിക്കാൻ അവിടം കൊണ്ടേ നടക്കൂ. കാമുകിക്ക് വേണ്ടി താലി കെട്ടിയ പെണ്ണിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ നരാധമൻ ഇവനെ പോലെയുള്ള സൈക്കോ കില്ലറുകളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് വൈറൽ വീഡിയോ കണ്ട മഹിളാ സമാജം പ്രസിഡന്റും ഓൾ കേരള വിമൻസ് അസോസിയേഷന്റെ ചെയർപേഴ്സണുമായ ലിലി മാത്യു പറഞ്ഞത്. അത്യന്തം ഭയാനകമായ ഒരു ലോകത്താണ് നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത്. ഡെയ്സി എന്ന പാവ സ്ത്രീയെ ക്രൂരമായി തല്ലിച്ചതച്ച ശിവൻ എന്ന ഗുണ്ടയ്ക്ക് എന്ത് ശിക്ഷ കൊടുത്താലാണ് മതിയാവുക? ഇവിടെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടം അതിന് മറുപടി നൽകട്ടെ. അവന്റെ കർണത്തടിക്കാൻ ചെരുപ്പൂരി കൈപ്പിടിച്ചോണ്ടാ ഞാനീ നിൽക്കുന്നത്. ആ പെൺകുട്ടിയുടെ മുഖത്തൂടി ഒലിക്കുന്ന ചോരയ്ക്ക് അവനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. എന്റെ പെങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് അവനെ സ്നേഹിച്ചു പോയത്. പെണ്ണെന്ന് വെച്ചാലേ അവന് ഭ്രാന്ത. പെണ്ണിനെ പ്രേമിച്ച് താഴെ കെട്ടുന്നത് വരെ അവൻ അവർക്ക് കാമുകനാ. പിന്നെ അവൻ അവർക്ക് കൊലയാളിയാ. ആ സാഡിസ്റ്റിനെ ഒത്തുകെട്ടിയ കൊന്ന് ജയിലിൽ പോകാൻ തയ്യാറായിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ഇനിയുള്ള പാവം പെൺകുട്ടികളെങ്കിലും
അവന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. ക്രൂരനായ ആ ക്രിമിനലിനെ കൊണ്ട് പോലീസ് ഇതാ എത്തിക്കഴിഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. നിനക്ക് നല്ല സ്വീകരണമാണല്ലോടാ സ്റ്റേഷന് മുന്നിൽ ചാനലുകാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു നിലവിളക്ക് കൂടി വേണ്ടിയിരുന്നു. എങ്കിൽ ഭദ്രദീപം കൊളുത്തി അങ്ങ് കയറ്റാമായിരുന്നു. നിന്റെ ചിതയ്ക്ക് നീ തന്നെ തിരികൊളുത്തുവാണല്ലോ സോമശേഖര. ഭദ്രദീപം കൊളുത്തി വെച്ച് ആ സമയത്ത് തീ അന്വേഷിച്ച് നടക്കണ്ട. എടാ ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തുണ്ടാക്കിയതാ. കിട്ടാവുന്ന അത്രയും പേരെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെ ഞാൻ നാറ്റിച്ച് ഭിത്തിയിലൊട്ടിച്ചിരിക്കും. ആരുടെ ശവമഞ്ചത്തിന് ആദ്യം തീ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാടാ. ഒരു കർച്ചീഫ് കൊണ്ടേ കൊടുക്കടോ. ആ തിരുമോന്ത ഒന്ന് പോത്തോട്ടെ. 7 ജന്മം കഴിഞ്ഞാലും തീരാത്തത്ര നാറ്റമല്ലടാ നിനക്ക് വരാൻ പോകുന്നത്. സോമശേഖര, ഓടയിൽ മുങ്ങിക്കുളിക്കുന്ന നിന്നെ പോലുള്ളവർക്കേ നാറ്റം എന്താണെന്ന് അറിയാൻ പറ്റൂ. പക്ഷേ നീ ഇന്നു മുതലൊരു പഞ്ഞിക്കഷ്ണം നിന്റെ പോക്കറ്റിൽ തിരികോ. നിന്റെ സേഫ്റ്റിക്ക്. ഇല്ലെങ്കിൽ ചത്തുമലച്ച് പൊതുദർശനത്തിന് വെക്കുമ്പോ ഈ പാഴ്ത്തടിയിൽ നിന്ന് വരുന്ന നാറ്റം നിനക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു പെണ്ണിനെ തല്ലി തകർത്ത് കൊല്ലാറാക്കിയിട്ടും തീർന്നില്ലടാ നിന്റെ ശൗര്യം. ഇളകി നിൽക്കുന്ന ഈ നാട്ടുകാരെയും മീഡിയക്കാരെയും നീ കണ്ടല്ലോ. അറിയാതെ ഒന്ന് തള്ളി അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താലേ പിന്നെ നിന്റെ ഈ ബോഡിയിലെ അവര് പൊങ്കാലയിടും. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. അവന്റെ വാരിയല്ലേ ഞങ്ങൾ ഊരി തരാം. പെണ്ണിനെ തല്ലുന്നവനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊന്ന കേസില്ല സാറേ. കേട്ടല്ലോടാ, നിന്റെ ചോരക്കേ ദേ അവര് മുറവിളി കൂട്ടുന്നു. കൊടുക്കട്ടേടാ അവർക്കിടയിലേക്ക് നിന്നെ. എടാ സോമശേഖര, നീ ഒരു മണ്ടനാ. നീ ഇവർക്ക് കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ എന്റെ പകുതി പലിശ നിനക്ക് തന്നു തീർക്കായിരുന്നല്ലോ. പിന്നെ നീ നിന്റെ ചെലവില് എന്നെ തളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ആൾക്കൂട്ടം. ഇതിന് നല്ലൊരു പഴഞ്ചൊല്ല് എന്റെ വായില് വരുന്നുണ്ട്. നീയത് മനസ്സിലിട്ട് പഠിച്ചോ. ആ സംഗതി അല്പം പഴയതാ, പക്ഷെ ഈ സിറ്റുവേഷൻ അത് ആപ്റ്റാ. ഇതിലും വലിയ പെരുന്നാള് വന്നിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. പിന്നല്ലേ കുരുത്താമല പെരുന്നാള്. നിന്റെ നാവ് ഞാനിന്ന്